ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ബുഷ്റേനെ കാണാനാണ്. ബുഷ്റയ്ക്ക് സംസാരിക്കാനും കേൾക്കാനും പറ്റില്ല. അപ്പോൾ ബുഷ്റയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം കേട്ടോ. നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, സംസാരിക്കാനും കേൾക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, എന്നാൽ അവരുടെ വീട് ചുറ്റുപാടെല്ലാം കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കേട്ടോ ബുഷ്റേൻ്റെ വീട്. ഇതാ ഇവിടെ റോഡ് സൈഡാണ് വീട് വരുന്നത്. ഇതാണ് കേട്ടോ വീട്. അപ്പോൾ ഇതാണ് ബുഷ്റ. ബുഷ്റയ്ക്ക് നല്ലൊരു വരനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ബുഷ്റേൻ്റെ ഏട്ടനും ഓലൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ ബുഷ്റ തന്നെ മതി എന്നാണ് ബുഷ്റേൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ബ്രദറിനോട് ചോദിക്കാം. അയക്കാ, ബുഷ്റയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സായി? ഇപ്പം 42 വയസ്സായിട്ടുണ്ട്. 42 വയസ്സിലാ? അതെ. കല്യാണ ആലോചനകൾ നിങ്ങൾ നോക്കിയില്ലേനോ? ഞങ്ങൾ കുറച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നല്ലൊരു കറക്റ്റായിട്ടുള്ളൊരിത് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വൈകിയതാണ്. പിന്നെ കുറച്ച് മുമ്പൊക്കെ കല്യാണം കിട്ടാനും പാടായിരുന്നല്ലോ. പേപ്പറിലൊക്കെ കൊടുത്തിരുന്നു. അന്നത്തെ സാഹചര്യം അനുസരിച്ച് എത്തിപ്പെടാൻ പ്രയാസപ്പെട്ടു. അന്നത്തെ ഏക ഒരു ആശ്രയം പേപ്പറിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇന്നത്തെ പോലെ വിവാഹ സംഗമങ്ങളായാലും ഇതേപോലെ നമ്മുടെ പ്ലാറ്റ്ഫോം ആയാലും ഒന്നും അന്ന് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പത്രത്തിൽ കൊടുക്കും, അത് കാണുന്നവർ കാണും, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ വൈകിപ്പോയതാണ്. അവളുടെ ആദ്യ വിവാഹമാണ്. ഒക്കെ സംസാരിക്കാനും കേൾക്കാനുമുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും അല്ലേ? കുക്കിംഗ് ചെയ്യും, ഫുഡൊക്കെ ചെയ്യും. അതെ, 5 നിസ്കാരമായാലും വീട്ടിലെ കാര്യങ്ങളായാലും ഒക്കെ അവൾ നല്ല സ്മാർട്ടായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവളെ മനസ്സിലാക്കുന്ന നല്ലൊരാൾ. നമുക്ക് സംസാരിക്കാനും കേൾക്കാനും ഇതേപോലെ ബുദ്ധിമുട്ടുള്ള ആളുകളാകുമ്പോൾ കൂടുതൽ അവർക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിയും. അതെ അതെ. ഓക്കെ, സൈൻ ലാംഗ്വേജ് അറിയാം അല്ലേ? ആംഗ്യ ഭാഷയിലാണ് അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എത്ര വരെയാണ് പഠിച്ചേ? +2 വരെ പഠിച്ചത്. +2 വരെയാണ് പഠിച്ചത്. അപ്പോൾ അന്നേരം തൊട്ടേ സ്പെഷ്യൽ സ്കൂളാണ് അല്ലേ? അതെ. അപ്പോൾ സൈൻ ലാംഗ്വേജ് നല്ല പോലെ അറിയാം. അപ്പോൾ സൈൻ ലാംഗ്വേജ് അറിയുന്ന ഒരാളാകുമ്പോൾ ആണത് നന്നാവുക. അപ്പോൾ അതേപോലെ തന്നെ അവളെ പോലെയുള്ള ഒരാളെയാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ, ഒക്കെ 42 വയസ്സാണ്. അത് നമുക്കൊരു 50ൻ്റെ ഉള്ളിൽ അല്ലേ? മാക്സിമം ഒരു 50 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാളായിരിക്കണം. പിന്നെ ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നമാണ്. എന്നാലും നമ്മൾ നല്ല ബന്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കും. അതെ, മലപ്പുറം ജില്ലയാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ തൊട്ടടുത്തുള്ള നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ? മലപ്പുറം, കോഴിക്കോട് നമ്മൾ മെയിനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് ചെയ്യാം. നല്ലൊരു വ്യക്തിയാവുക, നല്ലൊരു കുടുംബ പശ്ചാത്തലമാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് നല്ല പേടിയും കാര്യമുണ്ട്. ഒരുപാട് ദൂരമാകുമ്പോൾ കേൾക്കാനും സംസാരിക്കാനും പറ്റാത്ത മോളാണല്ലോ. കുറേ ബുദ്ധിമുട്ട് വന്നാൽ പോലും പറയാനാവില്ലാലോ എന്നൊക്കെയുള്ള വിഷമം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഒരുപാട് അന്വേഷണം നോക്കിയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആകുന്നത് മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. അവളെ സ്നേഹിക്കുന്ന നല്ലൊരാളെ കിട്ടട്ടെ ഇൻഷാ അല്ലാഹ്. ഇവർ എത്ര മക്കളാ? ഇവർ 4 കുട്ടികളാണ്. 3 പെണ്ണും ഒരാണും. ബാക്കി എല്ലാവരെയും വിവാഹം കഴിഞ്ഞതാണ്. ഇനി ബുഷ്റേനെ കൂടെ കല്യാണം കഴിയാനുള്ളത്. അപ്പോൾ പറ്റിയ നല്ലൊരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഞങ്ങൾക്ക് കാര്യമായിട്ട് പറയാനുള്ളത് അവളെ സംരക്ഷണമാണ് ഞങ്ങൾ ആവശ്യം. അതെ, നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പതിക്കല്ല, നമുക്ക് ആത്മാർത്ഥമായിട്ട് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊണ്ട് പറ്റിയൊരാൾ വരിക എന്നുള്ള. തീർച്ചയായിട്ടും അതൊക്കെ പറഞ്ഞതാണ് അതിൻ്റെ പോയിന്റ്. ഒരു സിമ്പതി വിചാരിച്ച് പാവം മോളെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആരും വരണ്ട. നിലവിൽ ഭാര്യമാരുള്ളവരോ അങ്ങനെയുള്ളവരൊന്നും കോണ്ടാക്ട് ചെയ്യരുത്. ഓളെ മനസ്സിലാക്കുന്ന, മരണം വരെ സ്നേഹിക്കുന്ന, ഈ നമ്മളീ പറഞ്ഞ പോലെ സൈൻ ലാംഗ്വേജ് അറിയുന്ന, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇനിയിപ്പോൾ പിന്നെ സൈൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ചെടുക്കുക, അല്ലാതെ പറഞ്ഞാൽ മനസ്സിലാവുന്ന അത്രയും ഉറപ്പുള്ള സംസാരിക്കാൻ പറ്റുന്ന പോലാണെങ്കിലും കുഴപ്പമില്ല. ഒരിക്കൽ ഫ്യൂച്ചറിൽ ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാവാതെ ഒരിക്കൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടത് അവർ പറയുന്നൊരു കാര്യം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ഒരവസ്ഥ ഭയങ്കരമാണ്. അപ്പോൾ ഒരിക്കൽ അതൊരു ദേഷ്യം വരും. ഇപ്പോൾ അവസ്ഥ ആലോചിച്ച് നിങ്ങൾ പറയുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണം. ആ ഒരവസ്ഥ ഭയങ്കര ഭയാനകമാണത്. അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകും. നമുക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലാകട്ടെ. നമുക്ക് പഠിച്ചൊന്നാവുക എന്ന് സംസാരിക്കാൻ കേൾവി ശക്തി വന്ന്, അപ്പോൾ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഓൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളെ വേണ്ടുള്ളൂ.
ഇപ്പോൾ നമുക്ക് പുറത്ത് വല്ല ഒരു ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഉണ്ടാവല്ലോ. അപ്പം അങ്ങനെയുള്ള ആളായിരിക്കും. നമുക്ക് എഴുതാൻ ഒക്കെ അറിയാം, എഴുതാനും വായിക്കാനും അറിയാം അല്ലേ? അതെ, ഇംഗ്ലീഷ് മലയാളമൊക്കെ എഴുതാനും വായിക്കാനൊക്കെ അറിയാം. അതെ, അതെ, മാഷാ അല്ലാ. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരാൾ വരട്ടെ ഇൻഷാ അല്ലാ. ഓക്കെ, ഇപ്പോൾ 42 വയസ്സാണല്ലോ ആയത്. നമുക്ക് 50 വയസ്സിൻ്റെ ഉള്ളിലുള്ള മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, ആ 2 ജില്ലയിൽ, പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ജില്ലയൊക്കെ പറഞ്ഞല്ലോ. അവിടുന്ന് എവിടെ നിന്നാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, അത്രേ പറയാനുള്ളൂ. ലൈക്ക് വേറൊന്നും പറയാനില്ലല്ലോ അല്ലേ? ഒന്നുമില്ല, മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായും അവൾക്ക് സംരക്ഷണം കൊടുക്കുക. അതെ, സംരക്ഷണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം മാത്രമല്ല, മാനസികമായിട്ടും തീർച്ചയായും വളരെയധികം സംരക്ഷണം കൊടുക്കണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. തീർച്ചയായും, കാരണം നമ്മളെ മനസ്സിനെ സംരക്ഷിക്കാൻ പറ്റിയ ഒരാൾ, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെ, അങ്ങനെയാണ് നമ്മളെ കുട്ടീനെ നമ്മൾ പൊന്നു പോലെ കൊടുക്കും. തീർച്ചയായും, പൊന്നു പോലെ നോക്കാൻ പറ്റിയ ഒരാൾ. തീർച്ചയായും ഇൻഷാ അല്ലാ. ഒന്ന് എല്ലാവരും തീർച്ചയായും. ബുഷ്റാൻ്റെ ഉപ്പ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഉപ്പാക്ക് ഇപ്പം കാര്യമായിട്ടുള്ള വർക്കുകളൊന്നുമില്ല. അതെ അതെ അതെ. പിന്നെ ഉപ്പാക്ക് ഒരു ആക്സിഡൻ്റൊക്കെ ആയിട്ട് ഒരു കാലൊക്കെ നഷ്ടപ്പെട്ട ഒരാളാണ്. അതെ. അപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. കുറേ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതിനൊന്നും പോകാൻ കഴിയലില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. ഉപ്പയും പ്രായമുള്ള ഉമ്മയുപ്പയാണ്. പിന്നെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മോനാണല്ലോ ധ്വനിക്കണത്, ആള് പണ്ടാരി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. അപ്പോൾ ഇവരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ അങ്ങനെയാണ്. പിന്നെ ഒരുപാട് സമ്പത്ത് അങ്ങനെയൊക്കെ മോഹിച്ച് വരുന്ന ആളൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സമയത്ത്, അതായത് നമുക്കൊരു 42 വയസ്സാണ് ആയത്. അപ്പോൾ അവളെ മനസ്സിലാക്കുന്ന നല്ലൊരാൾ, അവളെ സ്നേഹിക്കുന്ന നല്ലൊരാൾ അങ്ങനെയാണ് വേണ്ടത്. ഇപ്പോൾ ജീവിതത്തിൽ ഇതുവരെ വിവാഹം ചെയ്യാത്തൊരു മോളാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അനാവശ്യമായിട്ട് വന്നിട്ട് വെറുതെ അലമ്പായിട്ട് ഡിവോഴ്സ് ആവും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അങ്ങനെയുള്ള ആളെ വരാം. ഇവർ നല്ലോണം അന്വേഷിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. എങ്കിലും നല്ലപോലെ അന്വേഷിച്ച് ചെയ്യാം. കല്യാണ ശേഷമുള്ളൊരു കാര്യത്തിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്തം ഉണ്ടോ, നിങ്ങൾ മാക്സിമം അന്വേഷിക്കണം കേട്ടോ. എല്ലാവരും നല്ലവരല്ല വിളിക്കുന്നവർ. നിങ്ങളോട് പറയേണ്ടിയില്ല, നിങ്ങൾ ആണുങ്ങളെ തന്നെ ഡീൽ ചെയ്യാൻ അറിയാമെങ്കിൽ ആർക്കുള്ള ഫോട്ടോ വെച്ച് കൊടുക്കണ്ട. അതെ, ഫോട്ടോ വെച്ച് കൊടുക്കേണ്ട, വീഡിയോ കോൾ വെച്ചൊന്നും എടുക്കേണ്ട, എല്ലാം നിങ്ങൾ തന്നെ ഡീൽ ചെയ്യുക ഇൻഷാ അല്ലാ. അതിൻ്റെ രീതിയിൽ പെട്ടെന്ന് കല്യാണം നടക്കട്ടെ അല്ലേ ഇൻഷാ അല്ലാ. അപ്പോൾ ആയിക്കോട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ബുഷ്റാൻ്റെ ഏട്ടനും ബുഷ്റയൊക്കെ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അവർക്ക് പറ്റിയൊരു ആലോചന നമുക്ക് ഈ ജില്ലേൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, കണ്ടുപിടിക്കണം എത്രയും പെട്ടെന്ന് തന്നെ കേട്ടോ. ഇതുപോലെ ഒരുപാട് മക്കളുണ്ട് നമ്മുടെ നാട്ടിൽ, 42, 45 വയസ്സായിട്ട് ഇങ്ങനെ കല്യാണം നടക്കാത്ത കുറേ മക്കൾ. അപ്പോൾ അവരുടെയൊക്കെ കല്യാണം നടത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇല്ലേ നാളെ നമ്മളൊക്കെ അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ഇത് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇതിൽ കാണുന്ന വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് വേറൊരു തമാശ വീഡിയോ ഷെയർ ചെയ്യും പോലെയല്ല. നിങ്ങളൊരു ഷെയർ കൊണ്ടാണ് ആ മക്കളുടെ കല്യാണം നടന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളും കൂടെ അതിൽ ഭാഗമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഇത്രയും കല്യാണങ്ങൾ നടത്തിയത് എൻ്റെ ഒരു മിടുക്കൊണ്ടൊന്നുമല്ല. ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തർ എത്തിക്കുക, ഓരോരുത്തർ നിങ്ങൾ പേഴ്സണലി എഫേർട്ട് എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ ഇത് നിങ്ങൾ ചെയ്തിട്ട് മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കണം. മറ്റുള്ള കല്യാണം നമുക്ക് അടിപൊളിയായിട്ട് നടത്താം ഇൻഷാ അല്ലാ. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ വിഷമം മാറണം. നല്ല ഹാപ്പി ആയിട്ട്. ഒരു പ്രായമാകുമ്പോൾ തീർച്ചയായിട്ടും വിഷമമാണ്. അപ്പോൾ മോളുടെ ഫ്യൂച്ചർ അവൾക്ക് എന്താവും, അവളുടെ സംരക്ഷണം, പ്രത്യേകിച്ച് ഈ സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത മക്കളെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അവർക്ക് ആരോടൊന്നും പറയാനാകാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ഒരാളെ തന്നെ കണ്ടുപിടിക്കാൻ നിങ്ങൾ സഹായിക്കണം. ഇതുപോലെ സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത ഒരാൾ തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത്രയും അത് പഠിച്ചെടുക്കാനും അപാരമായ ക്ഷമയൊക്കെ ഉള്ള ആളാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിലും പ്രശ്നമില്ല. ഇനി ക്ഷമയാണ് മെയിൻ. അപ്പോൾ നമ്മളെന്തെങ്കിലും പറഞ്ഞവർക്ക് മനസ്സിലാക്കില്ല, ദേഷ്യം പിടിച്ച് പോവാന്നുള്ള ആറ്റിറ്റ്യൂഡുള്ളവർ ഈ വൈക്ക് വരണ്ട. കാരണം എനിക്ക് അത് പറ്റൂല. പിന്നെ ഡെഫായിട്ടുള്ളൊരു മക്കളെ കല്യാണം കഴിക്കാൻ അത്രയും ക്ഷമ വേണം നമുക്ക് സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ. ഇൻഷാ അല്ലാ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ആലോചന വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.